ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 15/12/2023 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 17/1/2024 വരെയാണ്. അതിന്റെ നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 528/2023. ഓക്കെ, അപ്പൊ നമുക്ക് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേഡ് 2 മെയിൻ ആയിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഓർ ഓർഗാനിക് അഗ്രികൾച്ചർ, ദെൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ, അത് കൂടാതെ BSc അഗ്രികൾച്ചർ ആൻഡ് BSc ഹോർട്ടിക്കൾച്ചർ ഹോണേഴ്സ്. ഈ ഇത്രയും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ഇതിന്റെ ഗ്രേഡ് പേയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് ഡിസ്കഷൻ ആണ്. ഏതൊക്കെ പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെ സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ പബ്ലിഷ് ചെയ്ത നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇപ്പോഴത്തെ PSCയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം വിളിക്കും. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ എക്സാം വിളിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ഒരു കറക്റ്റ് ഓർഡറിലായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. കഴിഞ്ഞ തവണ 350 മുകളില് നോട്ടിഫിക്കേഷൻ അഡ്വൈസ് പോവുകയും പോസ്റ്റിംഗ് നടക്കുകയും ചെയ്ത ഒരു പോസ്റ്റ് കൂടെയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ്. അപ്പൊ ഇതിന്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്കൊരു ലൈവ് സെക്ഷനിൽ വരാം. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സിലബസ് ഡിസ്കഷൻ ആണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റയർ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 ആയിട്ട് പറയാം. ഒന്ന് നമ്മുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ, ദെൻ ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ്, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, ദെൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. അങ്ങനെ നമുക്ക് 6 ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഈ 6 ഗ്രൂപ്പ് ആണ് എങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോ നമ്മൾ ഈ അഗ്രികൾച്ചർ അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് പഠിച്ചവരായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബേസിക്സ് ഓൾറെഡി ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റുകൾ എന്നുള്ളതും ഏതൊക്കെ പോർഷൻസ് ആയിരിക്കാൻ വരാം എന്നുള്ളൊരു ചാൻസ് ഉള്ളതും നമുക്ക് ഓൾറെഡി അറിയാം. കാരണം BSc പഠിച്ചവരായാലും ഡിപ്ലോമ പഠിച്ചവരായാലും ഓർഗാനിക് അഗ്രികൾച്ചർ പഠിച്ചവരായാലും നമ്മൾ എല്ലാ കോഴ്സിന്റെയും ഒരുവിധം ഇൻട്രൊഡക്ടറി പാർട്ടും ഒരു തുടക്കവും എല്ലാം കുറച്ച് ഡീപ്പായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു BSc അഗ്രിക്കാരെക്കാളും കുറച്ച് കുറഞ്ഞ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഡിപ്ലോമ അഗ്രികൾച്ചറും ഓർഗാനിക് അഗ്രികൾച്ചറുകാരും. അപ്പോൾ അവര് വേണം കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. കാരണം BSc അഗ്രിക്കാർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെമിലറൈസ് ആവാനും പെട്ടെന്ന് ഓപ്ഷൻസ് റിക്കളക്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് BSc അഗ്രിക്കാരെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഓർഗാനിക് അഗ്രികൾച്ചർ ആയാലും നമ്മുടെ ഡിപ്ലോമ അഗ്രികൾച്ചർ ആയാലും അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് സിലബസ് ഡിസ്കഷനിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ വരുന്നത് അഗ്രോണമിയാണ്. അഗ്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ക്രോപ്പ് പ്രൊഡക്ഷൻ, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്പുകളെ കുറിച്ച്, നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സുകൾ, അതുപോലെ തന്നെ അതിൽ തന്നെ ക്രോപ്സിനെ തന്നെ നമുക്കറിയാലോ ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട്. വെജിറ്റബിൾസ്, സെറീൽസ്, പ്ലാന്റേഷൻ, സ്പൈസസ്, ഫ്ലോറി, ഒലരി, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഐഡിയ വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസ്, POP എന്ന് ജനറൽ ആയിട്ട് പറയും. ആ ഒരു ബുക്ക് നിങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് എപ്പോഴും കയ്യിൽ കൂടെ വെക്കുക. അതിലുള്ള ക്രോപ്സുകൾ, എല്ലാ ക്രോപ്സുകളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മാക്സിമം വായിച്ചു പോവുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ സിലബസിന്റെ എനിക്ക് തോന്നുന്നു ഒരു 70% കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രോപ്പ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്, പ്ലാന്റ്, പെസ്റ്റ്, ഡിസീസ്, ഡിഫറെന്റ് ടെക്നിക്സ്, പിന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് മെഷീനറീസ്, എല്ലാ കാര്യങ്ങളും പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ തന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ആ ബുക്ക് ഇല്ലാത്തവർ അത് മേടിക്കുക, അത് ജസ്റ്റ് കയ്യിൽ തന്നെ വെച്ചേക്കുക, ഒന്ന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അഗ്രോണമിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്
ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് ആണ്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടത് ക്രോപ്പ് ഫാമിലീസ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്രോപ്സ്, അലേ ക്രോപ്പ്, അവന്യൂ ക്രോപ്പ്, ബ്രേക്ക് ക്രോപ്പ്, ക്യാഷ് ക്രോപ്പ്, കോൾ ക്രോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ദെൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ഫാമിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെ? ഡ്രൈ ലാൻഡ് ഫാമിംഗ്, അഗ്രികൾച്ചർ ഫാമിംഗ് സിസ്റ്റം, ഓക്കെ, ഡ്രൈ ഫാമിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് റെയിൻ ഫെഡ് ആൻഡ് ഇറിഗേറ്റഡ് അഗ്രികൾച്ചർ. നെക്സ്റ്റ് സീസൺസ് ഇൻ കേരള. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ള സീസൺസ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഓക്കെ, റൈസ് കൾട്ടിവേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീസൺസ് ആണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഓക്കെ, ആ ഒരു ബേസിക്സിൽ തന്നെ പഠിക്കണം. ഓരോ ക്രോപ്സും ഏതൊക്കെ സീസണിലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കണം. കാരണം അതൊന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ പഠിക്കേണ്ട വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് അഗ്രോണമി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഫെർട്ടിലൈസർ ഷെഡ്യൂളിംഗ് നിങ്ങൾ POP പഠിക്കുകയാണെങ്കിൽ അതിൽ മനസ്സിലാവാം. നമ്മൾ ആദ്യം ഒരു ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്, ഫാമിലി ക്യാരക്ടേഴ്സ് പറയും, ദെൻ ഇമ്പോർട്ടന്റ് വെറൈറ്റീസിന് പറയും, നമ്മുടെ KU റിലീസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് വെറൈറ്റീസ്, ഹൈബ്രിഡ് വെറൈറ്റീസ്, ദെൻ അതുപോലെ ഇമ്പോർട്ടന്റ് ഡിസീസസ്, അതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് വളർത്താം, ഓക്കെ, പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്, ഇനി അതിന്റെ സോയിങ് മെത്തേഡ്, ഇനി സോയിങ് ടൈം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് POPയിൽ, പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ. അതുകൊണ്ട് നിങ്ങൾ അത് റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനറീസ്, ഓക്കെ, ഇംപ്ലിമെന്റ്സ്. അത് KUവിന്റെ തന്നെ ഡെവലപ്പ് ചെയ്ത മെഷീനറീസും അതുപോലെ തന്നെ നോർമൽ മെഷീനറീസ്, പ്ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഗ്രോണമിയിൽ ഡീപ്പായിട്ട് എടുക്കും. അതിന് കൂടാതെ POPയിൽ നമുക്ക് അങ്ങനെ തന്നെ ഒരു സെക്ഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫാം മെഷീനറി സൂട്ടബിൾ ഫോർ കേരള എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെക്ഷൻ നമുക്ക് പാക്കേജ് ഓഫ് പ്രാക്ടീസിലുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് അഗ്രോണമിയിൽ വരുന്നത് വീഡാണ്. ഓക്കെ, വീഡ്സ്, കളകൾ. ഓക്കെ, അതിൽ നമ്മൾ വീഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ഡിഫറെന്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, ഹോസ്റ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്, ടോട്ടൽ റൂട്ട് പാരസൈറ്റ്, പാർഷ്യൽ സ്റ്റെം പാരസൈറ്റ്, പാർഷ്യൽ റൂട്ട് പാരസൈറ്റ്. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്, അത് ഓർമ്മിക്കുക. ദെൻ നമ്മൾ മോർഫോളജി ബേസ്ഡ് ആയിട്ട് വീടിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ഗ്രാസ്, സെഡ്ജ്, ബ്രോഡ് ലീവ്സ്, അങ്ങനെയുള്ള. ദെൻ നോക്ഷ്യസ് വീഡ്സ്, മിമിക്രി വീഡ്സ്, വോളണ്ടിയർ വീഡ്സ്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ വീഡ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം ഹെർബിസൈഡ്സ്. ഹെർബിസൈഡ്സ് അറിയാലോ, അല്ലെങ്കിൽ വീഡിസൈഡ്സ്. ഹെർബിസൈഡ്സ് അല്ലെങ്കിൽ വീഡിസൈഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ മെത്തേഡ്സ് നമുക്ക് ഏത് ടൈമിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ബേസ്ഡ് ഓൺ ടൈം അനുസരിച്ചിട്ട് പ്രീ പ്ലാന്റ്, പോസ്റ്റ് എമർജൻസ് ഹെർബിസൈഡ്, പോസ്റ്റ് എമർജൻസ്, പ്രീ എമർജൻസ് ഹെർബിസൈഡ്, പ്രീ പ്ലാന്റ് ഹെർബിസൈഡ്, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഹെർബിസൈഡിലെ സെലക്റ്റീവ് ആൻഡ് നോൺ സെലക്റ്റീവ് ഹെർബിസൈഡ്സ്. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഈ ഹെർബിസൈഡ് ഒക്കെ POPന്റെ തന്നെ ഏറ്റവും പുറകിൽ ഒരു സെപ്പറേറ്റ് ടേബിൾ ആയിട്ട് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, ബാക്ടീരിയസൈഡ്സ്, ദെൻ ഹെർബിസൈഡ്സ്, ഇതിന്റെ ട്രേഡ് നെയിം, കെമിക്കൽ നെയിം, കളർ കോഡ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഏത് പെസ്റ്റിനെയാണ് അല്ലെങ്കിൽ ഏതിനെ കൺട്രോൾ ചെയ്യാനാണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽസ് കിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്, ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്, മറക്കരുത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അഗ്രോണമിയിൽ വരുന്ന അനദർ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മാനേജ്മെന്റ് ആണ്. അതിലിപ്പോ നോക്കാം, മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, ഓവർഹെഡ് ഇറിഗേഷൻ, മൈക്രോ ഇറിഗേഷൻസ്. ഓക്കെ, അപ്പം വാട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ. ഓക്കെ, അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനും കൂടെയാണ്. ഓക്കെ, ഫ്ലഡിംഗ് മെത്തേഡ്, ചെക്ക് ബേസിൻ മെത്തേഡ്, റിംഗ് ബേസിൻ, ബോർഡർ സ്ട്രിപ്പ്, അങ്ങനെയുള്ളതൊക്കെ ഓർമ്മിച്ചേക്കുക. ദെൻ മൈക്രോ ഇറിഗേഷനിൽ വരുന്ന നമ്മളെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പൊ സ്പ്രിംഗ്ലർ ഇറിഗേഷന്റെയും ഡ്രിപ്പ് ഇറിഗേഷന്റെയും കമ്പാരിസൺ പഠിക്കുക, അത് ഏതൊക്കെ ക്രോപ്പിന് സ്യൂട്ട് ആവുന്ന പഠിക്കുക. ദെൻ സ്പ്രിംഗ്ലർ ഇറിഗേഷന്റെയും ഡ്രിപ്പ് ഇറിഗേഷന്റെയും പാർട്ട് പഠിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്.
ദെൻ അതുപോലെ ഇറിഗേഷനിൽ വരുന്ന അല്ലെങ്കിൽ വാട്ടർ മാനേജിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനദർ ടേം ആണ് വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇവിടെ. വാട്ടർ പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഒരു അടുത്തൊരു ടേം കണ്ടിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഇറിഗേഷൻ എഫിഷ്യൻസി പ്രത്യേകമുണ്ട്. വാട്ടർ യൂസ് എഫിഷ്യൻസിയിൽ തന്നെ ക്രോപ്പ് വാട്ടർ യൂസ് എഫിഷ്യൻസി ഉണ്ട്, ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അത് നിങ്ങൾ അഗ്രോണമിന്റെ പാർട്ട് എടുക്കുന്ന ടീച്ചർ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പം അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അഗ്രോണമിയിൽ വരുന്നത് ക്രോപ്പിംഗ് സിസ്റ്റം ആൻഡ് പാറ്റേൺ ആണ്. ഓക്കെ, ക്രോപ്പിംഗ് സിസ്റ്റം വരുന്നതാണ് നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ, മിക്സഡ് ഫാമിങ്, ക്രോപ്പിംഗ് സ്കീം, അതൊക്കെ. ഈ ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ തന്നെ നമ്മൾ മോണോ ക്രോപ്പിംഗ്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആണ് ഈ വേർഡ്സ് ഒക്കെ, ഒന്ന് റികളക്ട് ചെയ്യുക. ഇന്റർ ക്രോപ്പിംഗ്, മിക്സർ ക്രോപ്പിംഗ്, സീക്വൻഷ്യൽ ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ദെൻ ക്രോപ്പിംഗ് സിസ്റ്റം ഇൻ കേരള, അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒന്നാണ് മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം. ഓക്കെ, നമ്മൾ മോണോ ക്രോപ്പിംഗിനേക്കാളും കൂടുതൽ നമ്മൾ പോകുന്നത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗിലാണ്. ഓക്കെ, ഇന്റർ ക്രോപ്പിംഗ്, മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം, നമ്മുടെ കോക്കനട്ട് ബേസ്ഡ് മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, മറക്കരുത്. റൈസ് ബേസ്ഡ് ക്രോപ്പിംഗ് സിസ്റ്റം, ഓക്കെ, അതൊക്കെ ഓർമ്മിക്കുക. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, അതിൽ റൈസ്, ഫാലോ റൈസ്, റൈസ് ഫാലോ പൾസസ്, അങ്ങനെ നമ്മൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫാമിംഗ് സിസ്റ്റം, അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിന്റെ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫാമിംഗ് സിസ്റ്റം, അതിൽ നമ്മൾ വരുന്നത് ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, മിക്സഡ് ഫാമിംഗ്, ഡ്രൈ ഫാമിംഗ്, റാഞ്ചിങ്, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് ഫാമിംഗ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് ഫാമിംഗ് നോക്കിക്കഴിഞ്ഞാൽ പെസന്റ് ഫാമിംഗ്, സ്റ്റേറ്റ് ഫാമിംഗ്, കോർപ്പറേറ്റ് ഫാമിംഗ്, ജോയിന്റ് ഫാമിംഗ്, ഓക്കെ, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. അത് ഒന്നുകിൽ അഗ്രോണമി പാർട്ടിൽ കവർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് പാർട്ടിൽ ഫാം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരും, അതിലും കവർ ചെയ്യും. ഓക്കെ, ഒരു റിപ്പീറ്റേഷൻ വരുന്ന ഒരു ടോപ്പിക് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക് കൂടെ. അപ്പം ക്രോപ്പ് പ്രൊഡക്ഷനിൽ അടുത്ത മൊഡ്യൂളിലോട്ട് പോവാണ്, സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ അഗ്രോണമിക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതേപോലെ സോയിൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഉണ്ട്. ഓരോ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ക്രോപ്പ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും സോയിലിലെ ന്യൂട്രിയന്റിന്റെ ലെവല് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂട്രിയന്റ് ആപ്ലിക്കേഷൻ, ഏതാ NPK, സോഡിയം, പൊട്ടാസ്യം, നൈട്രേറ്റ്, ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, മൈക്രോ ന്യൂട്രിയന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ സോയിൽ സയൻസും ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. POPയിൽ ഓൾറെഡി ഓരോ ക്രോപ്പിന്റെയും NPK റെക്കമെൻഡേഷൻ, മൈക്രോ ന്യൂട്രിയന്റിന്റെ റെക്കമെൻഡേഷൻ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് റിവൈസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിക്കളക്ട് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ റൈസ്, കോക്കനട്ട്, ബനാന, റബ്ബർ, ഇങ്ങനെയുള്ള ക്രോപ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്രോപ്സുകളാണ്. അരക്കനട്ട്, ഇതൊക്കെ എപ്പോഴും ന്യൂട്രിയന്റ് ചോദിക്കാറുണ്ട്, അതൊക്കെ പഠിക്കുക. ഇനി നമ്മൾ സോയിലില് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിക്കേണ്ടത് റോക്സ്, സോയിൽ ഫോർമേഷൻ ഫാക്ടേഴ്സ്, അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ പ്രോസസ്സ്, ഓക്കെ, സോയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രോസസ് ആയിട്ടുള്ള ഹ്യൂമിഫിക്കേഷൻ, എലൂവിയേഷൻ, ഇലൂവിയേഷൻ, ഹൊറൈസണൈസേഷൻ, ഡീകാൽസിഫിക്കേഷൻ, ഇങ്ങനെ കുറച്ച് ടേംസുകളുണ്ട്. ഇതൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്ത് വെക്കണം. ദെൻ പീഡോളജി, എഡഫോളജി, സോയിൽ പ്രൊഫൈലിംഗ്, ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡിഫറെന്റ് ഹൊറൈസോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൊറൈസോൺ A, B, അങ്ങനെ ഡിഫറെന്റ്, നമ്മളൊരു വെർട്ടിക്കൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഹൊറൈസൺ ആയിട്ട് മാറ്റിയിട്ടുണ്ട്, അതൊക്കെ പഠിക്കണം. ഇനി നമുക്കറിയാം സോയിലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് റോക്സും മിനറൽസും. ഓക്കെ, ഈ റോക്സും മിനറൽസ്, റോക്സ് വെതർ ചെയ്ത് ഉണ്ടാകുന്ന സാധനമാണ് സോയിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമേഷനും ക്ലാസിഫിക്കേഷനും അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പിന്നെ സോയിലില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അനദർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോയിൽ ടെക്സ്ചറും സോയിൽ സ്ട്രക്ചറും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിക്കുക. സോയിൽ ടെക്സ്ചറിൽ വരുന്നതാണ് സാൻഡ്, സിൽറ്റ്, ക്ലേ എന്ന് പറയുന്ന കമ്പോണൻസ്. സോയിൽ സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് ബ്ലോക്ക്, പ്ലേറ്റ്, ക്രംബ്, ഗ്രാനുലാർ എന്നൊക്കെ പറയും. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം.
പിന്നെ റോക്സ് മിനറൽസിൽ എടുക്കുമ്പോൾ ടൈപ്പ് ഓഫ് റോക്സ്, ടൈപ്പ് ഓഫ് മിനറൽസ്, പ്രൈമറി മിനറൽസ്, സെക്കൻഡറി മിനറൽസ്, ആസിഡ് റോക്ക്, ബേസിക് റോക്ക്, അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാൻ. പിന്നെ സോയിലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ സോയിൽ pH, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ദെൻ പാർട്ടിക്കിൾ ഡെൻസിറ്റി, ബൾക്ക് ഡെൻസിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് സോയിൽ കൊളോയിഡ്. സോയിൽ കൊളോയിഡ് വരുമ്പോഴത്തേക്ക് അതിൽ പഠിക്കേണ്ടത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോയിൽ കൊളോയിഡ് വരുമ്പോഴത്തേക്ക് ക്ലേ മിനറൽസ്, ടൈപ്പ് ഓഫ് മിനറൽസ്, 1:1 ടൈപ്പ്, 2:1 ടൈപ്പ്, 2:1:1 ടൈപ്പ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ദെൻ പിന്നെ വരുന്നതാണ് പ്രോബ്ലമാറ്റിക് സോയിൽസ്. ഇപ്പം നമ്മുടെ തന്നെ അറിയാം, നമ്മുടെ ടൈപ്പ് ഓഫ് സോയിൽസ് കേരളത്തിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഉണ്ട്. ഈവൻ അങ്ങനെ നമുക്ക് ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ടെങ്കിൽ പോലും ഈ ഓരോ ടൈപ്പിലും കുറെ പ്രോബ്ലമാറ്റിക് സോയിൽസ് ഉണ്ട്. പ്രോബ്ലമാറ്റിക് സോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നോർമൽ കൾട്ടിവേഷൻ പ്രാക്ടീസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് റീസൺസ് കാരണം. ഒന്നുകിൽ അത് അസിഡിറ്റി ആവാം, അല്ലെങ്കിൽ സലിനിറ്റി ആവാം, അല്ലെങ്കിൽ ആൽക്കലിറ്റി ആവാം. ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ചിട്ട് എന്താണ് അസിഡിറ്റി, എന്താണ് സോയിൽ സലിനിറ്റി, സോയിൽ ആൽക്കലിറ്റി, അത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം. കാരണം നമ്മുടെ കേരളത്തിലെ സോയിലില് ഈ 3 ടൈപ്പ് ഓഫ് സോയിൽസും വരാറുണ്ട്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ പൊക്കാലി കൾട്ടിവേഷൻ, ദെൻ കരി സോയിൽസ്, കരിപ്പാടം, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ബേസിസിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. ദെൻ ലൈമിംഗ് മെറ്റീരിയൽസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പക്ഷേ പേടിക്കണ്ട, നമ്മുടെ POP-യിൽ തന്നെ ഓൾറെഡി ലൈമിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അതിന്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ. പിന്നെ പ്ലാന്റ് ന്യൂട്രിയൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മേജർ ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ന്യൂട്രിയന്റും ഓരോ പ്ലാന്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് കാണിക്കും, അതിന്റെ ടോക്സിസിറ്റി വരുമ്പോ എന്ന് വെച്ചാൽ എക്സസ് ആയിട്ട് വരുമ്പോ എന്തൊക്കെ വരും, അങ്ങനെയുള്ള അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷൻ ആണ്. അത് ഓർമ്മിക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓർഗാനിക് മാറ്റേഴ്സ്, സോയിൽ ഓർഗാനിക് മാറ്റേഴ്സ്. അതിലെ ഇമ്പോർട്ടന്റ് കാർബൺ നൈട്രജൻ റേഷ്യോ, മിനറലൈസേഷൻ, ഇമൊബിലൈസേഷൻ, അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, അങ്ങനെയുള്ള കമ്പോണൻസ് വരുന്ന ഒരു പാർട്ടാണ് കമ്പോസിഷൻ, ഡികമ്പോസിഷൻ, ഹ്യൂമസ്, ഫ്രാക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ, അതൊക്കെ കാർബൺ നൈട്രജൻ റേഷ്യോ, ഇതൊക്കെ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ദെൻ ഓർഗാനിക് മാനുവേഴ്സ് ഉണ്ട്. ഓർഗാനിക് മാനുവേഴ്സ്, ബൾക്കി ഓർഗാനിക് മാനുവേഴ്സ്, കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മാനുവേഴ്സ്, നമ്മുടെ ഫാം യാർഡ് മെനൂർ, കമ്പോസ്റ്റ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഗ്രീൻ മാനുവേഴ്സ്, ഗ്രീൻ ലീഫ് മാനുവേഴ്സ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ്. ഗ്രീൻ മാനുവേഴ്സും ഗ്രീൻ ലീഫ് മാനുവേഴ്സും എക്സാമ്പിൾസ് പഠിക്കുക, അതെന്താന്ന് കറക്റ്റ് തന്നെ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ പിന്നെ സോയിൽ ഫെർട്ടിലിറ്റി, സോയിൽ പ്രൊഡക്ടിവിറ്റി, ഇതിന്റെ ഒരു ഡിഫറൻസ് എന്താന്ന് മനസ്സിലാക്കുക. ദെൻ സീറോ ബഡ്ജറ്റ്, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ്, നമ്മുടെ സീറോ ബഡ്ജറ്റ്, നാച്ചുറൽ ഫാമിങ്, ബയോഡൈനാമിക് അഗ്രികൾച്ചർ, ഓക്കെ, അതൊക്കെ പഠിക്കണം. ദെൻ പിന്നെ പഠിക്കേണ്ടത് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, സോഡിയം ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്, പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്, ഫോസ്ഫറസ് ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഫെർട്ടിലൈസേഴ്സിൽ തന്നെ ഇത് 3ന്റെ കമ്പൈൻഡ് വരുന്നതുണ്ട്. ഓക്കെ, 18, 18, 18, 19, 19, 19, അങ്ങനെ. അപ്പൊ ആ ഒരു ഫെർട്ടിലൈസർ പഠിക്കുക, അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കുക. ഫെർട്ടിലൈസർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്, അതൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇത്രയാണ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു പാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, ഇപ്പൊ പാർട്ട് 1 കഴിഞ്ഞു, നെക്സ്റ്റ് നമ്മൾ പാർട്ട് 2യിലേക്ക് പോവാണ്. പാർട്ട് 2യിൽ വരുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആണ്. ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ വരുന്ന 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് അഗ്രികൾച്ചറൽ എൻഡമോളജി, ദെൻ പ്ലാന്റ് പത്തോളജി. ഓക്കെ, അഗ്രികൾച്ചറൽ എൻഡമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇൻസെക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അഗ്രികൾച്ചറൽ എൻഡമോളജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രോപ്പിനെ വളർത്തി കഴിഞ്ഞാൽ ഏതൊക്കെ പെസ്റ്റ് വരാം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഓരോ ക്രോപ്പിന്റെയും ഇമ്പോർട്ടന്റ് പെസ്റ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ കുറച്ച് ഇൻസെക്റ്റിന്റെ ജനറൽ ആയിട്ടുള്ള മോർഫോളജി, ടാക്സോണമി, അനാട്ടമി,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചറൽ എൻഡമോളജി. ഇതേപോലെ വരുന്നതാണ് ഏത് പ്ലാന്റ് പത്തോളജി. പ്ലാന്റ് പത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാന്റ്സിൽ ഇൻസെക്ട് എങ്ങനെയാണോ ഡാമേജ് ഉണ്ടാക്കുന്നത് അതേപോലെ കുറച്ച് മൈക്രോ ഓർഗാനിസംസും ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. ഫഞ്ചി, ബാക്ടീരിയ, പ്രോട്ടോസോവൻസ്, ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ, വൈറോയിഡ്സ്, ആൽഗെ, നെമറ്റോഡ്സ്, ഇവരൊക്കെ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാക്കും, അതിനെങ്ങനെ മാനേജ് ചെയ്യാം, അതിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്, അതിന്റെ ആ ഒരു പ്രോസസ്സ്, ഡിസീസ് ഡെവലപ്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഇമ്പോർട്ടന്റ് ക്രോപ്സ്, അതിലെ ഇമ്പോർട്ടന്റ് ഡിസീസ് ഏതൊക്കെയാണ്, ടിപ്പിക്കൽ ഡിസീസ് സിംറ്റംസ് ഏതൊക്കെയാണ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നതാണ് പ്ലാന്റ് പത്തോളജി. ഓക്കെ, ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ടറി ആയിട്ട് കുറച്ച് പ്ലാന്റ് ഡിസീസസ് ഏതൊക്കെയാണ്, അതിന്റെ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ തന്നെ നോക്കാം രണ്ട്, നമ്മുടെ അഗ്രികൾച്ചറൽ എൻഡമോളജി ആയാലും പ്ലാന്റ് പത്തോളജി ആയാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അനദർ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, IPM എന്ന് പറയും. അതുപോലെ പ്ലാന്റ് പത്തോളജിയിലാണെങ്കിൽ IDM എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ്. ഓക്കെ, ഇത് രണ്ടിന്റെയും പ്രിൻസിപ്പിൾസ്, ഇതിന്റെ കമ്പോണൻസ്, അതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് വരും, ഇതെല്ലാം പഠിക്കാം. ഇപ്പൊ അഗ്രികൾച്ചറൽ എൻഡമോളജിയിൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പെസ്റ്റ്, അതിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ, എക്കണോമിക് ഇഞ്ചുറി ലെവൽ, അതെന്താന്ന് പഠിക്കണം. ദെൻ ടൂൾസ് ഓഫ് IPM. ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് അതിന്റെ കമ്പോണൻസ്, ഏതൊക്കെയാണ് നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസ്, മെക്കാനിക്കൽ പ്രാക്ടീസസ്, കെമിക്കൽ പ്രാക്ടീസസ്, ബയോറാഷണൽ മെത്തേഡ്സ്, ഫിസിക്കൽ മെത്തേഡ്സ്, അങ്ങനെ നമ്മൾ ബയോടെക്നോളജിക്കൽ മെത്തേഡ്സ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഇതിൽ തന്നെ ഓരോ ഇൻസെക്ട് ഏതൊക്കെ സിംറ്റംസ് ഉണ്ടാക്കും, അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള പഠിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിഡേറ്റേഴ്സ്, പാരാസിറ്റോയിഡ്സ്, ദെൻ ബയോ കൺട്രോൾ ഏജന്റ്സ്. ബയോ കൺട്രോൾ ഏജന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്ടിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, ബയോ കൺട്രോൾ ഏജന്റ്സ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റാറൈസിയം, ബുവേറിയ, വെർട്ടിസീലിയം, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻഡമോപാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ എൻഡമോപാത്തോജനിക് ഫഞ്ചൈ, ബാക്ടീരിയ, വൈറസ്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ദെൻ ഇതിൽ തന്നെ നമുക്ക് പെസ്റ്റ് ഓഫ് ഫീൽഡ് ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പെസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, പ്ലാന്റേഷൻ ഉണ്ട്, സ്റ്റോർഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റോർഡ് പ്രോഡക്റ്റ് ആൻഡ് ദെയർ മാനേജ്മെന്റ്. പിന്നെ ഇൻസെക്ടിനെ കൂടാതെ വരുന്ന ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആയിട്ടുള്ള മൈറ്റ്, റാറ്റ്, റോഡൻസ്, നിമറ്റോഡ്സ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ POP-യിൽ ഓൾറെഡി റോഡൻസിന്റെ ഒരു പാർട്ട്, ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് റാറ്റ്സ് ഏതൊക്കെയാണ്, ട്രാപ്പുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ക്രോപ്പ് നിങ്ങൾ POP-യിൽ തന്നെ ഓരോ ക്രോപ്പ് നിങ്ങൾ വായിച്ചു പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പെസ്റ്റ്, അതിന്റെ മാനേജ്മെന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസ്, അതിന്റെ മാനേജ്മെന്റ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ POP ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് എങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്കിന്റെയും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻറ്റയർ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ അഗ്രികൾച്ചറൽ എൻഡമോളജി കഴിഞ്ഞു, പ്ലാന്റ് പത്തോളജി കഴിഞ്ഞു. പ്ലാന്റ് പത്തോളജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിയാം ലാസ്റ്റ് IDM, ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ്, അതിന്റെ കൺസെപ്റ്റ്, കമ്പോണന്റ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്രോപ്സ്, അതിലെ ഡിസീസസ്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്ലാന്റ് പത്തോളജി. ഓക്കെ, അപ്പൊ ക്രോപ്പ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞു. അപ്പൊ ക്രോപ്പ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, ക്രോപ്പ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞു. അടുത്ത പാർട്ടിലേക്ക് പോവാണ് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യണം, ഹൈബ്രിഡ്സ് ഡെവലപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന ഒരു സബ്ജക്ട് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ്. പ്ലാന്റ് ബ്രീഡിങ്ങും ജെനറ്റിക്സും ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ ഒരു നമ്മുടെ കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസർ, ദെൻ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളാണ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ്, ദെൻ സീഡ് ടെക്നോളജി, അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ,
എക്കണോമിക്സ്, ദെൻ എഞ്ചിനീയറിംഗ്, സോറി നോട്ട് എഞ്ചിനീയറിംഗ്, അഗ്രോണമി. ഓക്കെ, ഈ പാർട്ടുകളൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നേരത്തേക്ക് ആണെങ്കിൽ പഴയ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ഷനും ക്രോപ്പ് പ്രൊട്ടക്ഷനും ആയിരുന്നു നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ലേറ്റസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു 4 എക്സാംസ് നോക്കി, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് നോക്കുമ്പോൾ പ്ലാൻ ബ്രീഡിങ്, സീഡ് ടെക്നോളജി, ഇത് രണ്ടിനും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കുറച്ച് ഡീപ്പായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷെ ഇത് അഗ്രി അസിസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ജനറൽ ആയിട്ടായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് പ്ലാൻ ബ്രീഡിങ്ങും സീഡ് ടെക്നോളജി. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ പ്ലാൻ ബ്രീഡിങ്ങില് ജെനറ്റിക്സിൽ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ കാര്യങ്ങൾ മെന്റീരിയൻ തിയറീസും പ്രീ മെന്റീരിയൻ തിയറീസും. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് മെത്തേഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മേജർ ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡിംഗ് കൺവെൻഷണൽ ആൻഡ് മോഡേൺ ഇന്നോവേറ്റീവ് അപ്രോച്ചസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈബ്രിഡ്സ് ആൻഡ് വെറൈറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്രോപ്പിന്റെ വെറൈറ്റീസും ഹൈബ്രിഡ്സും നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ അബൌട്ട് ദെയർ ബ്രീഡിംഗ് മെത്തേഡ്സ്. ഓക്കെ, ഏതൊക്കെ ബ്രീഡിംഗ് മെത്തേഡ് ആണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ബ്രീഡിംഗ് ടെക്നിക്സ് എന്ന് പഠിക്കണം. അപ്പൊ ബ്രീഡിംഗ് ടെക്നിക്സിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ഉണ്ട്. പ്യുവർ ലൈൻസ്, ഡിഫറെന്റ് സെലക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ഈ പ്യുവർ ലൈൻ സെലക്ഷൻ, മാസ് സെലക്ഷൻ, പെഡിഗ്രി സെലക്ഷൻ, പെഡിഗ്രി മെത്തേഡ്, ബാക്ക് ക്രോസ് മെത്തേഡ്, ടെസ്റ്റ് ക്രോസ്, ടോപ്പ് ക്രോസ്, ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടേംസും ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷനും ആണ്. അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ എന്താണ് ക്രോസ് ബ്രീഡിംഗ്, എന്താണ് ഔട്ട് ക്രോസിംഗ്, എന്താണ് സ്പീഷീസ് ക്രോസ്, എന്താണ് ട്രീ വേ ക്രോസ്, എന്താണ് ഡബിൾ ക്രോസ്, എന്താണ്, ഇങ്ങനെ ഒരു കൺഫ്യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസും കൺസെപ്റ്റും ഉള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ സീഡ് പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഇൻ സെൽഫ് പോളിനേറ്റഡ് ആൻഡ് ക്രോസ് പോളിനേറ്റഡ് ക്രോപ്സ്. ഏതൊക്കെയാണ് സീഡ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഓൾറെഡി നാച്ചുറലി ആയിട്ട് തന്നെ ഉള്ള കുറച്ച് പ്ലാന്റ്സ് തന്നെ ഓൾറെഡി ഡിഫറെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാസ്മോഗമി, ക്ലൈസ്റ്റോഗമി, ഗേറ്റനോഗമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു ടോപ്പിക്, പാർട്ടിസിപ്പേറ്ററി പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു പുതിയൊരു ടോപ്പിക്കാണ്, പാർട്ടിസിപ്പേറ്ററി പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ്. ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫാമേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ബ്രീഡിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ബ്രീഡിംഗ് മെത്തേഡ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ്. ഓരോ ക്രോപ്പിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഫാമേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ്സ് ഉണ്ട്, ന്യൂക്ലിയർ സീഡ്സ്, ബ്രീഡർ സീഡ്സ്, ഫൗണ്ടേഷൻ സീഡ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ കൂടെ ഫാമേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച്, നമുക്കറിയാലോ ഈ ചില ഫാമേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബ്രീഡിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് പുതിയ വെറൈറ്റീസ്, ഹൈബ്രിഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പാർട്ടിസിപ്പേറ്ററി പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ്. അതൊരു പുതിയൊരു ടോപ്പിക്കാണ്. മേ ബി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ക്വസ്റ്റ്യൻസ്, പക്ഷെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് ഫോർ ദ സീഡ് പ്രൊഡക്ഷൻ. ഒന്ന് മെയിൽ സ്റ്റെറിലിറ്റി, സെൽഫ് ഇൻകോമ്പാക്ടിബിലിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സബ്ജക്ട് പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോർമൽ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുവാണ്. ഇങ്ങനെയുള്ള മീൻസ് ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്, കാരണം ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ജനറ്റിക് മെയിൽ സ്റ്റെറിലിറ്റി, സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറിലിറ്റി, ഹൈബ്രിഡ് റൈസ്, ഹൈബ്രിഡ് കോട്ടൺ, ഹൈബ്രിഡ് വീറ്റ്, ഹൈബ്രിഡ് മെയ്സ്, അങ്ങനെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സിലെ ഹൈബ്രിഡ് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കെയുന്നും അതുപോലെ തന്നെ ICARന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് എന്നൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് സീഡ് വെറൈറ്റീസ്, ഹൈബ്രിഡ് സീഡ്സ് ഉണ്ട് ഓരോ ക്രോപ്പിലും.
അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് വരുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ അറിയാലോ, ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ടിഷ്യൂ കൾച്ചറിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ദെൻ ടിഷ്യൂ കൾച്ചർ ടെക്നിക്സ് എന്താണ്, മെരിസ്റ്റം കൾച്ചർ എന്താണ്, ബഡ് കൾച്ചർ എന്താണ്, അങ്ങനെ കുറച്ച് ടേംസുകൾ നമ്മൾ പഠിക്കണം. ടോട്ടി പൊട്ടൻസി ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് വരുന്നുണ്ട്. എംബ്രിയോജനസിസ്, മൈക്രോ പ്രൊപ്പഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊമേഴ്ഷ്യൽ മൈക്രോ പ്രൊപ്പഗേഷൻ എന്താണ്? നമുക്കറിയാം ടിഷ്യൂ കൾച്ചർ വാഴ, ടിഷ്യൂ കൾച്ചർ ഓർക്കിഡ്സ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ KU എന്നൊരു സാധനം വന്നിട്ടുണ്ട്. എന്താണ്? ടിഷ്യൂ കൾച്ചർ വഴിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഏതാണ്? സാഫ്രന്റെ ഒരു റിസർച്ച് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ്. മേ ബി അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മൈക്രോ പ്രൊപ്പഗേഷൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പോപ്പുലർ വെറൈറ്റീസ് ഓഫ് മേജർ ക്രോപ്സ് ഓഫ് കേരള. ഇത് ഓൾറെഡി POP-യിലുണ്ട്, അതിൽ തന്നെ കവർ ചെയ്യുക. അത് നമ്മൾ അഗ്രോണമിയിലും ഹോർട്ടിക്കൾച്ചറിലും ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പോപ്പുലർ വെറൈറ്റീസ്. അത് പഠിക്കാം. ദെൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു. അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. എനിക്ക് തോന്നുന്നു നേരത്തെ പ്രീവിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് മുന്നേ വരെയൊക്കെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, വലിയ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത, കൂടിപ്പോയാൽ 1-2 ക്വസ്റ്റ്യൻ മാത്രം വരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ BSc അഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അഗ്രിയിൽ വളരെ കുറച്ച് എന്താണ് കുറച്ച് മാത്രം കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എക്സാംസിൽ കണ്ട അഗ്രികൾച്ചർ ഓഫീസർ എക്സാം ആയാലും കോപ്പറേറ്റീവ് ബാങ്ക്, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിലും എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 or 12 ക്വസ്റ്റ്യൻസ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ അഗ്രി അസിസ്റ്റന്റിലും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സീഡ് സർട്ടിഫിക്കേഷൻ എന്താണ്, ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്താണ്, ദെൻ ഫസ്റ്റ് അറിയേണ്ടത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ്സ് ഒക്കെ പറഞ്ഞല്ലേ, ബ്രീഡർ സീഡ്സ്, ന്യൂക്ലിയർ സീഡ്സ്, ഫൗണ്ടേഷൻ സീഡ്സ്. ഓക്കെ, അപ്പൊ ഈ സീഡ്സ് ഒക്കെ എന്താണ്, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് സീഡ്സ് ആണെന്ന് പഠിക്കണം. ഇനി അപ്പം ഈ ഓരോ ടൈപ്പ് ഓഫ് സീഡ് പഠിക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിന്റെ സർട്ടിഫിക്കേഷൻ എന്നൊരു പാർട്ട് വരുന്നുണ്ടോ. എന്താണ് സീഡ് സർട്ടിഫിക്കേഷൻ എന്ന് പഠിക്കാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് സീഡ് പ്രൊഡ്യൂസിങ് കമ്പനീസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ ഔട്ട് ഓഫ് കേരള നോക്കിക്കഴിഞ്ഞാൽ സീഡ് പ്രൊഡ്യൂസിങ് കമ്പനീസ് അത്യാവശ്യമുണ്ട്. അപ്പോ ലേറ്റർ ഓൺ നമ്മള് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്ന ഒരു ഫീൽഡ് ആയിരിക്കാം സീഡ് ടെക്നോളജി. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് സീഡ് ആക്ട്, സീഡ് ബില്ല്, സെൻട്രൽ സീഡ് കമ്മിറ്റി, നമ്മുടെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജൻസീസ് ഇൻവോൾവ് ചെയ്യുന്നത്, സ്റ്റേറ്റ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ്, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കേഷൻ ടെക്നിക്സ് എന്താണ്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യുന്നത് എന്തൊക്കെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫീൽഡ് ഇൻസ്പെക്ഷൻ നോക്കും, എത്ര ഐസൊലേഷൻ ഓരോ ക്രോപ്പിനും സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ബോർഡർ ക്രോപ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ട് നോക്കണം. അപ്പോൾ ആ പാർട്ടെല്ലാം ഇതിൽ കവർ ചെയ്യും. പിന്നെന്താണ്, കൺട്രോൾ പ്ലോട്ട് ടെസ്റ്റിങ്, ഗ്രോ ഔട്ട് ടെസ്റ്റിങ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകള് മെത്തേഡ്സുകളൊക്കെ ഈ ഒരു പാർട്ടിൽ കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം പഠിക്കുക. ദെൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കുറച്ച് സ്റ്റാൻഡേർഡുകളുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ടോപ്പിക് ഡീപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഒരിക്കലും ഈ പാർട്ട് പഠിക്കാതെ വിടരുത്, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ വരുന്ന സീഡ് കൺട്രോൾ ഓർഡർ 1983, അത് നമ്മൾ ആ ഓർഡർ എന്താന്ന് കറക്റ്റ് മനസ്സിലാക്കണം. അതിൽ വന്ന അമെൻമെന്റ്സ്, മാറ്റങ്ങൾ എന്താന്ന് നോക്കണം. സീഡ് ബില്ല് 2004, സീഡ് ബില്ല് അമെൻമെന്റ് ബില്ലുണ്ട്, അതെന്താന്ന് മനസ്സിലാക്കുക. സീഡ് ബില്ലും അമെൻമെന്റ് ബില്ലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ദെൻ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ വരുന്നതാണ് ട്രേഡ് സീക്രട്ട്, പാറ്റന്റ്, കോപ്പി റൈറ്റ്, പ്ലാൻ വെറൈറ്റി പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇപ്പോ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് പാറ്റൻസിയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ്
ഓരോ ലൊക്കേഷൻ സ്പെസിഫിസിറ്റി കൊടുക്കുന്നുണ്ട് ഓരോ ക്രോപ്പിന്. പിന്നെ ഓരോ ക്രോപ്പിന് നമ്മൾ എന്തായിട്ട് പാറ്റന്റബിലിറ്റി കൊടുക്കുന്നുണ്ട്, ട്രേഡ് സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ട് പല ടെക്നിക്സുകൾ, സീഡ് പ്രൊഡക്ഷൻ ടെക്നിക്സുകൾ അല്ലെങ്കിൽ വെറൈറ്റി ഡെവലപ്മെന്റ് ടെക്നിക്സുകൾ. അപ്പൊ IPR ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ വരുന്നതാണ് നമ്മുടെ ഈ പ്ലാൻ വെറൈറ്റി പ്രൊട്ടക്ഷൻ, അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ദെൻ പ്ലാൻ ബ്രീഡർ റൈറ്റ്, PBR എന്ന് പറയും, പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ്. അതിൽ ഉപ്പോവ് ആക്ട് നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവാം, ഇപ്പൊ കേൾക്കുമ്പോൾ ഓർപ്പിക്കാം. UPOV, ഉപ്പോവ് ആക്ട്, ദെൻ പാറ്റന്റ്, ദെൻ ഫാമേഴ്സ് റൈറ്റ്, ബ്രീഡേഴ്സ് എക്സംഷൻ, ഫാമേഴ്സ് പ്രിവിലേജ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജൻസീസ് ആയിട്ടുള്ള വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വിപ്പോ എന്ന് പറയും, ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ദെൻ ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രിപ്സ്, ഇങ്ങനെ കുറച്ച് ഏജൻസീസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്, ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഓർമ്മിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഹോർട്ടിക്കൾച്ചർ ആണ്. ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, POPയിൽ ഓൾറെഡി നമ്മുടെ ക്രോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കൺസെപ്റ്റുകളുണ്ട്, അതും കൂടെ പഠിക്കുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് ബ്രാഞ്ചസ്. ഇപ്പം ഒലരികൾച്ചർ, വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒലരികൾച്ചർ എന്ന് പറയും. ഫ്ലോറികൾച്ചർ ഉണ്ട്, ഫ്ലവർ റിലേറ്റഡ്. ദെൻ ഫ്രൂട്ട് പ്രൊഡക്ഷൻ ആണെങ്കിൽ പൊമോളജി, ദെൻ പ്ലാന്റേഷൻ ക്രോപ്സ്, ലാൻഡ്സ്കേപ്പിംഗ്, അങ്ങനെ അത്യാവശ്യം ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹോർട്ടിക്കൾച്ചർ. ഇതിനെ എല്ലാം കൂടെ കവർ ചെയ്ത് വേണം പഠിക്കാൻ. അത് POP യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കോമ്പറ്റീവ് ബുക്സുകളുണ്ട് പഠിക്കാൻ, അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസും കൂടെ യൂസ് ചെയ്യാം. പിന്നെ ജനറലി നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ഓർമ്മിക്കേണ്ടത് ക്രോപ്സിന്റെ ഫാമിലീസ്. ഓക്കെ, ഓരോ ക്രോപ്സിന്റെ, ഇപ്പൊ ഇതിൽ ഇഷ്ടംപോലെ ക്രോപ്സ് വരും. ഒലരികൾച്ചർ ആകുമ്പം ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സ്പൈസസും പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഫാമിലീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സയന്റിഫിക് നെയിംസ് POPയിൽ ഓൾറെഡി ഉണ്ട്, അത് പഠിക്കുക. ദെൻ ഓരോ ക്രോപ്സിന്റെയും എഡിബിൾ പാർട്ട് ഏതൊക്കെയാണ്, പിന്നെ നമ്മളെ ഫ്രൂട്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ടെമ്പറേറ്റ് പ്ലാന്റ്, ടെമ്പറേറ്റ് ആണ്, സബ് ട്രോപ്പിക് ആണോ, ട്രോപ്പിക് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ അതുപോലെ തന്നെ ഫ്രൂട്ട്സിന് നമ്മൾ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ്, നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പഠിക്കണം. പിന്നെ ഓരോ ക്രോപ്പിന്റെയും പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വളർത്തുന്നത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി എങ്ങനെ നമ്മൾ അതിനെ വളർത്തും, ഗ്രാഫ്റ്റിങ്, ലെയറിങ്, കട്ടിങ്, ബഡിങ്, അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ്സസും ടൈപ്സും ഏതൊക്കെയാന്ന് പഠിക്കണം. ദെൻ മൈക്രോ പ്രൊപ്പഗേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പ്ലാന്റ്സിന് ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, മൊണീഷ്യസ്, ഡയീഷ്യസ്, അങ്ങനെ കുറച്ച് ടേംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജനറൽ ആയിട്ട് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റിംഗ് ലൈക്ക് സ്ക്വയർ, റെക്ടാങ്കുലർ, ഹെക്സഗണൽ, കോണ്ടൂർ, ട്രയാങ്കുലർ, ക്വിൻകൺസ്, ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ പ്രാക്ടീസസ്, ഇപ്പൊ ഇതിൽ നോക്കുക, ടെക്നിക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ടെക്നിക്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് പ്രൂണിങ്ങിൽ വരുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൂണിങ് ഉണ്ട്, ഏതൊക്കെ ക്രോപ്സിലാണ് നമ്മൾ അത് ചെയ്യാറ്, എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷൻ ആണ്. ഈ ട്രെയിനിങ്ങിൽ തന്നെ ഗ്രേപ്പ് വൈനിന്റെ ട്രെയിനിങ്, അതിൽ നമ്മൾ ഒരു 3-4 ടെക്നിക്സ് പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഇൻ ഗ്രേപ്പ് വൈൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷൻ ആണ്. ദെൻ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ, എഥിലീൻ, അബ്സിസിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെ ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു, അതിന്റെ ഓരോ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഹോർമോൺസിന്റെയും ഇമ്പോർട്ടന്റ് എന്താണ്, അതൊക്കെ പഠിക്കാം. പ്രൊപ്പഗേഷൻ ടെക്നിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ ടെക്നിക്സ് പറഞ്ഞു. സീഡ് പ്രൊപ്പഗേഷൻ, സീഡ് ബെഡ് പ്രിപ്പറേഷൻ, അതൊക്കെ നമ്മൾ ഓരോ ക്രോപ്പിലും അതിനനുസരിച്ചിട്ട് POPയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്ഷൽ പ്രൊപ്പഗേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ്, ഈ ടേംസ് ഒക്കെ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർത്തനോകാർപ്പി,
ദെൻ അപ്പോമിക്റ്റിക് ടെംബ്രിയോസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്പോമിക്സിസ് എന്താണ്, ഇതൊക്കെ പഠിക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനും കൂടെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഈ ലെയറിങ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ ക്രോപ്പിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ലെയറിംഗ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ബഡിങ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവാം. എയർ ലെയറിംഗ് ഉണ്ട്, ദെൻ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ വിനേഗർ ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ഇനാർച്ചിങ് ഉണ്ട്, ബഡിങ് ആണെങ്കിൽ ടീ ബഡിങ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡിങ് ഉണ്ട്. അത് ഓരോ ക്രോപ്പിലും ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ഐഡിയ വെച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് നിങ്ങൾ മൈക്രോ പ്രൊപ്പഗേഷൻ ഇപ്പൊ നോക്കുക, നിങ്ങൾ നോക്കുക മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് വരുന്ന ഒരു ടോപ്പിക് നമ്മൾ ഹോർട്ടിക്കൾച്ചറിൽ പറഞ്ഞു. ദെൻ ഇതിനു മുന്നേ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗിൽ പറഞ്ഞു, സീഡ് ടെക്നോളജിയിൽ പറഞ്ഞു. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. അത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. POP അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ദെൻ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ്, ഇതും ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ്. പക്ഷേ ജനറലൈസ്ഡ് ആയിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ക്വാളിറ്റി, നമ്മൾ പോസ്റ്റ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കമ്മോഡിറ്റിക്ക് എന്തൊക്കെ ക്വാളിറ്റി ഡിറ്റീറിയേഷൻ വരുന്നുണ്ട്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ആ ലോസിനെ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, അതാണ് ഈ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ക്ലീനിങ്, വാഷിങ്, സോർട്ടിങ്, ഗ്രേഡിങ്, സൈസിങ്, ഇതൊക്കെ എന്താണ്, പ്രീ കൂളിംഗ് എന്താണ്, ദെൻ വാക്സിങ് എന്താണ്, ഇറാഡിയേഷൻ, കോൾഡ് സ്റ്റോറേജ്, ദെൻ നമ്മൾക്ക് പിന്നെന്താണ് തിന്നിങ് എന്താണ്, പൾസിങ് എന്താണ്, റെഗുലേഷൻ ഓഫ് റൈപ്പനിങ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പഴുക്കണമെങ്കിൽ നമ്മൾ എഥിലീൻ യൂസ് ചെയ്യാറുണ്ട്, എഥിലീൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഉള്ളി, നമ്മുടെ ഉള്ളി ഹാർവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ജെർമിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അങ്ങനെ പോസ്റ്റ് ഹാർവെസ്റ്റിന് ശേഷം നമ്മൾ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ക്രോപ്പിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരോ ടെക്നിക്സ് ഉണ്ട്. ഡീഗ്രീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ടേംസുകളുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെച്ചേക്കുക. പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് എന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. അഗ്രികൾച്ചറൽ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാല് അഗ്രികൾച്ചർ എക്കണോമിക്സ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും അഗ്രികൾച്ചർ എക്സ്റ്റൻഷന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അഗ്രികൾച്ചർ എക്കണോമിക്സിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് എന്താണ്, ഒരു കുറച്ച് തിയറീസ് ഉണ്ട്. പിന്നെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ഓർമ്മിക്കുക. ദെൻ ടൈപ്പ് ഓഫ് ഫാമേഴ്സ്, ടൈപ്പ് ഓഫ് ലോൺ, ടൈപ്പ് ഓഫ് ഫാമേഴ്സ്, മാർജിനൽ ഫാമേഴ്സ്, സ്മാൾ ഫാമേഴ്സ്, മീഡിയം ഫാമേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ എപ്പോഴും ഓർമ്മിക്കുക. പിന്നെ ലോൺ, ടൈപ്പ് ഓഫ് ലോൺ, ഷോർട്ട് ടേം ലോൺ എന്താണ്, മീഡിയം ടേം ലോൺ എന്താണ്, ലോങ് ടേം ലോൺ എന്താണ്, ഇതൊക്കെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നോക്കേണ്ടത് വാൻസ്, ഹ്യൂമൻ വാൻസ് എന്താണ്, ഡിമാൻഡ് എന്താണ്, യൂട്ടിലിറ്റി, കോസ്റ്റ്, പ്രൈസ്. ഈ ഇത്രയും ടേംസ്, ഡിസൈർ, വാണ്ട്, ഡിമാൻഡ്, യൂട്ടിലിറ്റി, കോസ്റ്റ്, പ്രൈസ്, ഇത് കാണാൻ ചെറിയ ഒരു ടേംസ് ആണെങ്കിലും ഇതിൽ വലിയ വലിയ കൺസെപ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാൻസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് വാൻസ് ഉണ്ട്. ഇപ്പൊ നെസസറി വാൻസ്, കംഫർട്ട്സ്, ലക്ഷറീസ്, അപ്പൊ അതൊക്കെ എന്താന്ന് പഠിക്കണം. ഇനി ഡിമാൻഡ് എടുത്തു കഴിഞ്ഞാല് ഡിമാൻഡിൽ വരുന്നത് കൈൻഡ്സ് ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, അതൊക്കെ. പിന്നെ ലോ ഓഫ് ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡിൽ കുറച്ച് ലോകളുണ്ട്, അത് പഠിക്കണം. ടൈപ്സ് ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് പഠിക്കണം. ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ്. അത്യാവശ്യം ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. ദെൻ യൂട്ടിലിറ്റി, എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റിയിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, ഇത് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. പിന്നെ കോസ്റ്റ്, പ്രൈസ്. ഓക്കെ, പ്രൈസിൽ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താന്ന് പഠിക്കുക,
ദെൻ കോസ്റ്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, പിന്നെ കോസ്റ്റ് കർവുകൾ പഠിക്കാനുണ്ട് നമുക്ക്. അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, കോസ്റ്റ് റേഷ്യോസ് ഉണ്ട്, ഗ്രോസ് റേഷ്യോസ്, ഫിക്സഡ് റേഷ്യോസ്, ഓപ്പറേറ്റിംഗ് റേഷ്യോസ്. അത്യാവശ്യം കൺസെപ്റ്റ് ഉള്ള ഒരു മൊഡ്യൂളും കൂടെയാണ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണ എക്കണോമിക്സ് നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. പിന്നെ ഇതിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു ടോപ്പിക്കാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഏതാണ്, മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. മോണോപൊളിസ്റ്റിക്, ഒളിഗോപൊളിസ്റ്റിക്, ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, പിന്നെ മാർക്കറ്റബിൾ സർപ്ലസ്, മാർക്കറ്റഡ് സർപ്ലസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ AOക്ക് മാർക്കറ്റഡ് സർപ്ലസ് എന്താ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. ദെൻ പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ വരാത്തൊരു ടോപ്പിക്കാണ് ഈ ഓർഗാനിക് പ്രൊഡ്യൂസേഴ്സ്, ഓർഗാനിക് ഫുഡ് സർട്ടിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ്, ദെൻ ഗവൺമെന്റ് സ്കീംസ്. ഇതൊരു ന്യൂ ടോപ്പിക്കാണ്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ദെൻ ഏജൻസീസ് ആയിട്ട് കുറച്ച് ഏജൻസീസ്, അക്മാർക്ക്, പിന്നെ നമ്മുടെ നാഫഡ്, ദെൻ ഇൻഡോസെർട്ട്, അങ്ങനെ കുറച്ച് ഏജൻസികളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ ചിലപ്പോൾ ഓർമ്മ റിക്കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പഠിക്കുക. ദെൻ പ്രോജക്റ്റ് ഫീസിബിലിറ്റി എന്നുള്ള ഒരു പാർട്ടിലാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇവിടെ ഇവിടെ ഉണ്ട്. എന്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോസ്. ഓക്കെ, കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോസ് അത് നമ്മൾ പ്രോജക്ട് ഫീസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഫാം പ്ലാനിങ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കണം. അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ കഴിഞ്ഞ തവണ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ള ഒരു പാർട്ടിൽ നിന്നാണ്. കമ്പോണൻസ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, എലമെന്റ്സ് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് എന്താണ്, ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പ് എന്താണ്, അത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നതാണ്. ദെൻ പിന്നെ ചോദിച്ചത് അഡോപ്ഷൻ കാറ്റഗറീസ് എന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ് നടത്തി കഴിഞ്ഞാൽ എത്രത്തോളം റിസീവറിൽ അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിൽ എത്രത്തോളം അത് അഡോപ്റ്റ് ചെയ്യും. അതിന്റെ ബേസിസിൽ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് പഠിക്കാറുണ്ട്. ഇന്നോവേറ്റേഴ്സ്, ഏർലി അഡോപ്റ്റേഴ്സ്, ഏർലി മെജോറിറ്റി, ലെഗാറ്റ്സ്, ലേറ്റ് മെജോറിറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് എക്സ്റ്റൻഷൻ ടീച്ചിങ്ങും അതുപോലെ തന്നെ അഡോപ്ഷൻ കാറ്റഗറീസും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പ്രോഗ്രാംസ്. ഇതാ ഇവിടെ പറയുന്നു, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇൻ കേരള. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് 1926, 24, 25 ആ ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട്. ഗുർഗോൺ പ്രോജക്റ്റ്, മാർത്താണ്ഡം പ്രോജക്റ്റ്, എറ്റാവ പൈലറ്റ് പ്രോജക്റ്റ്, നീലോക്കരി പ്രോജക്റ്റ്, ദെൻ സേവാഗ്രാം, മസ്ദൂർ മൻസിൽ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇൻ കേരള വരുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മുടെ TRV പ്രോഗ്രാം, ലാബ് ടു ലാൻഡ് പ്രോഗ്രാം, ട്രെയിനിങ് ആൻഡ് വിസിറ്റ് പ്രോഗ്രാം, ലാബ് ടു ലാൻഡ് പ്രോഗ്രാം, IRDP, വില്ലേജ് സ്കീം, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസും സ്കീംസുകളും ഉണ്ട്. അതൊക്കെ എന്താന്നുള്ളത് കവർ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചില സ്കീമുകളുടെയൊക്കെ ഏത് ഇയറിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നാണ് വന്നത്, ദെൻ ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം അതെന്നാണ് വന്നത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കും കൂടെയാണ്.
ദെൻ പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മാസ് കോണ്ടാക്ട് മെത്തേഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കോണ്ടാക്ട്സ്. ഓക്കെ, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇൻഡിവിജ്വൽ കോണ്ടാക്ട്, ഗ്രൂപ്പ് കോണ്ടാക്ട്, മാസ് കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ടോപ്പിക്. അത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഗ്രൂപ്പ് കോണ്ടാക്ട് എന്താണ്, അതിൽ വരുന്ന എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ, റിസൾട്ട് ഡെമോൺസ്ട്രേഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതൊന്ന് പഠിക്കണം. ദെൻ ഇതിൽ പറയുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സും ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻസും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഇപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫാമേഴ്സിൽ എഫക്റ്റീവ് ആയിട്ട് എത്തിക്കണം എന്നത് നിശ്ചയിക്കുന്നത് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സയന്റിസ്റ്റിൽ നിന്ന് ഫാമേഴ്സിലേക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം, എക്സ്റ്റൻഷൻ മെത്തേഡ് വഴി പോകാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡ് എന്ന് പറഞ്ഞ ടൂളാണ് നമ്മുടെ ഓഡിയോ വിഷ്വൽ എയ്ഡ്. അപ്പൊ അതിൽ തന്നെ വിഷ്വൽ എയ്ഡ്സിൽ ഏതൊക്കെ വരും, ഓഡിയോ എയ്ഡ്സിൽ ഏതൊക്കെ വരും, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ ഏതൊക്കെ വരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഓഡിയോ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ, വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് കാർഡ്, സ്ലൈഡ്സ്, പ്രൊജക്ടർ അങ്ങനെയുള്ളത്. ഇനി രണ്ടും കൂടെ കമ്പൈൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പറ്റ്, ദെൻ ഡ്രാമ, സിനിമ ഇങ്ങനെയുള്ള. അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിഷ്വൽ എയ്ഡ് ഏതാണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ് ഏതാണ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് പഠിക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ച് കുറച്ച് പറഞ്ഞല്ലോ, ഇവിടെ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതൊക്കെ തന്നെയാണ്. എന്താണ് ലീഡർഷിപ്പ്, എന്താണ് ലീഡർഷിപ്പിന്റെ കൺസെപ്റ്റ്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, എന്താണ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ്, എന്താണ് ദെൻ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നമുക്കുള്ളത്, ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, പഞ്ചായത്തി രാജ്, ദെൻ SGSY, IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ട്രിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ എക്സ്റ്റൻഷൻ അഡ്മിനിസ്ട്രേഷൻ. എക്സ്റ്റൻഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഒരു റിസർച്ച് ഫൈൻഡിങ്സ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ടെക്നിക്സിനെ എങ്ങനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്, ലോവർ ടു ഹയർ കാറ്റഗറിയിലോട്ട് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തേക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് പോർഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സബ്ജക്ട് വൈസ് നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് പഠിക്കുമ്പോൾ അതിലെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. ഇപ്പോഴേ തന്നെ നിങ്ങൾ POP ഇല്ലാത്തവർ POP എത്രയും പെട്ടെന്ന് മേടിക്കുക. POP ഒരു റിവിഷൻ എന്തായാലും ചെയ്യണം. POPയുടെ റിവിഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിന്റെ 70% കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ POP. പിന്നെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന ഒരു കണ്ടന്റ് കൂടെ ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ചിട്ട് ആ 30% നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സബ്ജക്ട് നോളജും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് റിവിഷൻ ഇവിടെ നടത്തിയത്. അപ്പോ ഐ തിങ്ക് എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കേട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാർ, സിലബസിന്റെ തന്നെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ഫ്രീ വെബിനാർ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നുണ്ട്. നമ്മുടെ വീഡിയോന്റെ താഴെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.